ഇതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 256-ൻ്റെ SSD ആണ് വന്നിട്ടുള്ളത്. ഈ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ വരുന്നത് i3 ആണ്. റാബ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഡി ആംപ്ലിഫയർ കൊടുക്കുന്ന സമയത്ത് സ്പീക്കർ വയറുകൾ ഒരിക്കലും ഷോർട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്പീക്കർ വയർ ഷോർട്ടായി കഴിഞ്ഞാൽ ആംപ്ലിഫയർ സോണി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ ഗ്ലാസ് ഡി വരുന്ന ആംപ്ലിഫയറുകളൊക്കെ പ്രൊട്ടക്റ്റ് മോഡ് പറഞ്ഞിട്ടുള്ള ഒരു മോഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ നമസ്കാരം, ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോണി ബ്രാൻഡിൻ്റെ 2 5.1 ഓം തിയേറ്ററുകൾ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നെ ചെക്കിങ് ഒരു ക്വിക്കായിട്ടുള്ള ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോയിൽ ഇതേ സെയിം മോഡൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ളത് വന്നു കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടി ഉള്ളതാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ ഒരു ഡെല്ല് ബ്രാൻഡിൻ്റെ ഒരു ഓൾ ഇൻ വൺ PC വന്നിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് പിന്നെ ഓൾ ഇൻ വൺ PCകൾ വന്നു കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോ ലാഗ് അടിക്കാതെ ലെങ്ത്ത് കൂടി പോവാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യണം. നമ്മളത് മിക്ക ആളുകൾക്കും അതൊരു പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ വാരി വെച്ചിട്ടുള്ള സംസാരമാണ്, അതുപോലെയൊക്കെയുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ എല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓൾ ഇൻ വൺ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾ ഇൻ വൺ PC വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം. ഇതിൻ്റെ മോഡൽ നമ്പർ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്പ്ലേയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളത് പൗസ് ചെയ്തിട്ട് നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പറയാം. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മോഡൽ നമ്പർ ഗൂഗിളിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 5.1 ഓം തിയേറ്ററിലെ ഒരു DVD വിത്ത് ആമ്പ് വരുന്നത് ഇതാണ്. ഇത് നമുക്ക് വരുന്നത് ക്ലാസ് ഡി ആണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതേ സെയിം മോഡൽ പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതും നമ്മൾ ഇതിൻ്റെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മളെ ചാനലിൽ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് പിന്നെ 5.1 ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ ഒരു സബ്, ഒരു HDMI വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് TV വരുന്നുണ്ട്. FM ആൻറ്റന ഫ്രണ്ട് ബാക്കിൽ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പോർട്ട് കാര്യങ്ങളൊക്കെ. ഫ്രണ്ട് വരുന്നത് നമുക്ക് ഈ രീതിയാണ്. ഇവിടെ നമുക്ക് പിന്നെ ഒരു USB പിന്നെ റെക്കോർഡ് ടു USB എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഡിസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ പെൺഡ്രൈവിലേക്ക് എങ്ങനെയാണ് ആ സോങ്ങുകളൊക്കെ റെക്കോർഡ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് പിന്നെ യൂസ്വലായിട്ട് എല്ലാ സോണി DVD വിത്ത് ഹോം തിയേറ്ററിൽ വരുന്ന അതേ സെയിം മെത്തേഡ് തന്നെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്ക് റിമോട്ട് നമ്മളടുത്ത് അവൈലബിൾ അല്ല എന്ന് കരുതി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാം. അതായത് നമുക്ക് സോഴ്സ് ഏതൊക്കെ മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റാം. അതുപോലെ തന്നെ വോളിയം, അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതും ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതെങ്ങനെയൊക്കെയാണ് ഉൾപ്പെടുത്തുക. റിമോട്ട് ഇല്ലെങ്കിലും നമുക്ക് സോഴ്സ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ റിമോട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒരു 350-250 രൂപയൊക്കെ വരുള്ളൂ. എന്തായാലും 500 രൂപയുടെ ചോടയാണ് വരിക. അപ്പോൾ ഒരു DVD ഇതാണ്. അടുത്ത DVD അടുത്തതും നമ്മൾ ഇതേ സെയിം സാധനം തന്നെ നമ്മളെ തൊട്ട് മുന്നേ നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വരുന്ന പോർട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.1 സബ്, സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ 5 സ്പീക്കേഴ്സും അതുപോലെ തന്നെ സബും കൊടുക്കാനുള്ള ഔട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കോയാക്സ് പിന്നെ ഒപ്റ്റിക്കൽ പിന്നെ ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് HDMI പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് HDMI പോർട്ടും വരുന്നുണ്ട്, DMI പോർട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ കൊടുത്ത പോലെ തന്നെ DVD ഔട്ട്, അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. ബാക്കിൽ ഒരു FM ആൻറ്റന വരുന്നുണ്ട്. FM കാര്യങ്ങളൊക്കെ അതൊക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്താണ്. ഞാൻ എന്തായാലും ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ FM നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ആൻറ്റനയും കാര്യങ്ങളും കൊടുത്താൽ തന്നെ ഉള്ളൂ FM പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. പിന്നെ വരുന്നത് ഫ്രണ്ട് വരുന്നത് ഈ ഒരു രീതിയാണ്.
ഫ്രണ്ടിൽ നമുക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു USB റെക്കോർഡിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫോണ് ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഡിയോ ഇൻപുട്ട് വേറെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഓഡിയോ ഫ്രണ്ട് ഇൻപുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഓഡിയോ ഇൻപുട്ട് ഫ്രണ്ട് വരുന്നില്ല. അതിൽ ഓക്സ് ഇൻപുട്ട് ഒരെണ്ണം ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് HDMI അങ്ങനെയാണ് ഇത്. ഇതിന് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഒരു ഫോണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. ഇതിന് നമുക്ക് നെക്സ്റ്റ് സോങ് കൊടുക്കാനുള്ള പിന്നെ നോബ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കിവിടെ വോളിയം കൺട്രോൾ കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് റിമോട്ട് ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ സോഴ്സും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോൺ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ റിമോട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് DVD-കൾ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡെല്ല് all-in-one PC ആണ്. ഇത് നമുക്ക് വരുന്നത് നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ Acer all-in-one പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ബ്രാൻഡ് ഡെല്ലാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 24 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ വരുന്നത് i3 പ്രോസറാണ്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് 256-ൻ്റെ SSD ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. DDR3 4GB റാമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഫുൾ HD വീഡിയോ 4K വീഡിയോ ഒക്കെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ക്ലിക്കായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് 2.1 രണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹോം തിയേറ്ററിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ള സബ് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിൻ്റെ ഒറിജിനൽ സബ്ബാണ്. പിന്നെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു മാറ്റമില്ല. നമുക്ക് എങ്ങനെയാണ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സോണി ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ നമുക്ക് ചെറുതായിട്ടൊരു പതർച്ച ഉണ്ടായിരുന്നു. ഇത് അതൊന്നും ഇല്ലാതെ നമുക്ക് പക്ക ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഷെല്ലോ ടൈപ്പ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയറോ കാര്യങ്ങളോ അല്ല. അതിൻ്റെ അറിയുന്നവർക്ക് അറിയാം. അതിൻ്റെ നമുക്ക് പ്ലൈവുഡ് വരുന്നത് നമുക്കൊരു ബിസ്ക്കറ്റ് കുതിർന്ന എങ്ങനെ അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോരാനായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ വൃത്തിയായിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അത് പിന്നെ സെൻട്രൽ സ്പീക്കർ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ all-in-one ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്ന് കാണാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഡെല്ല് ബ്രാൻഡിൻ്റെ തന്നെ 90 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. നമുക്ക് 6 ആംസിൻ്റെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഒരു മൈക്ക് പിന്നെ ഇൻപുട്ട് വരുന്നുണ്ട്. ഒരു ഓഡിയോ 3.1 ജാക്കിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ 2 USB പോർട്ട് വന്നിട്ടുണ്ട്. ഒരു കാർ റീഡർ വന്നിട്ടുണ്ട്. വോളിയോ അപ്പ് ഡൗണിന് 2 ബട്ടൺ വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ നമുക്ക് അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു സോക്കറ്റ്, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ടിന് നമുക്ക് ഇവിടെ ഒരു സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് RJ45 എതർനെറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 4 USB പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മോണിറ്റർ ഇവിടെ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ക്യാമറയുടെ മുന്നിലേക്ക് അതിൻ്റെ അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബ്രൈറ്റ്നസ് കാരണം കുറച്ച് ഡാർക്കായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. ഇതിൻ്റെ കൂടെ നമുക്ക് കീബോർഡ് മൗസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഇൻബിൽഡ് വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാനിതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 256-ൻ്റെ SSD ആണ് വന്നിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ വരുന്നത് i3 ആണ്. റാം വരുന്നത് DDR3 4GB റാമാണ്. 64-bit Windows 10 Pro ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിൽ യൂസ്വലായിട്ട് വരുന്ന എല്ലാ അഡോബ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് MS ഓഫീസ് കാര്യങ്ങളൊക്കെ യൂസ്വലായിട്ട് വരുന്ന ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് എതർനെറ്റ് ഒന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വൈഫൈ ഞാനിവിടെ പാസ്വേഡ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എതർനെറ്റ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം.
അപ്പോൾ ഞാനൊരു 4K വീഡിയോ തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇൻബിൽഡ് സ്പീക്കർ വരുന്നതാണ്. അത് പിന്നെ ചെറുതായിട്ടൊരു പതർച്ച ഉണ്ട്. അത് മിക്ക ഓൾ ഇൻ വൺ അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ VLC പ്ലെയർ പോലുള്ള പ്ലെയറിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് വോളിയം അപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരുന്നതാണ്. അപ്പോൾ ഇതിലുള്ള സ്പീക്കർ അത്രയ്ക്ക് അങ്ങോട്ട് ക്വാളിറ്റി പോലെ നമുക്ക് വോളിയം കൂട്ടുന്ന സമയത്ത് ചെറുതായിട്ടൊരു പതർച്ച ഉണ്ട് എന്ന് കരുതി നമുക്ക് ഇവിടെ ഓഡിയോ പിന്നെ ഔട്ട്പുട്ട് വരുന്നതാണ്. നമുക്ക് വേറെ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള DVD പ്ലെയർ അങ്ങനെയുള്ള ഓക്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓഡിയോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ നമുക്ക് വാങ്ങിച്ചിട്ട് മാറ്റേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം ഒന്ന് കൂട്ടി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വോളിയം ഉണ്ടോ? വോളിയം കമ്മിയാണ്. നമ്മൾ ഈ എന്തായാലും ഞാൻ വോളിയം കമ്മിയാക്കാണ്. വോളിയം നമുക്ക് അപ്പ് ചെയ്യണ സമയത്ത് നമുക്കത് ആ ഒരു പതർച്ച നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അതെന്തായാലും സ്പീക്കർ പിന്നെ ഫൈൽഡാണ്, അതെന്തായാലും മാറ്റേണ്ടി വരും. അത് അത്രക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യമില്ല. നമുക്ക് എന്തായാലും 2 പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നതാണ്. അത് നമുക്ക് വേറെ സ്പീക്കർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പരിഹരിക്കാം. അപ്പോൾ ഞാനിത് എന്തായാലും ഇതിൻ്റെ തീംസ് ഒന്ന് ഡാർക്ക് ആക്കട്ടെ. അത് നമുക്ക് പിന്നെ ബ്രൈറ്റ് ആകുന്ന സമയത്ത് അത് ഭയങ്കര ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7500 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കീബോർഡ്, മൗസ്, ഇതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം ഈ ഒരു കാര്യം അല്ലാതെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റിയാണ്, നല്ല സ്ക്രീൻ സൈസ് വരുന്നതാണ്, 24 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സോണി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ 5 സ്പീക്കേഴ്സും കൊടുക്കുന്നില്ല, ജസ്റ്റ് സബും അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും ആണ് കൊടുക്കുന്നത്. റെയർ പിന്നെ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സറൗണ്ട് അതുപോലെ സെൻട്രൽ സ്പീക്കറൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് എത്ര അങ്ങനെ നമ്മൾ ഫുള്ള് കൊടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഓഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് മൈക്രോഫോൺ വെച്ചിട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേബിൾ കാര്യങ്ങളൊന്നും കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് D ആംപ്ലിഫയർ കൊടുക്കുന്ന സമയത്ത് സ്പീക്കർ വയറുകൾ ഒരിക്കലും ഷോർട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്പീക്കർ വയർ ഷോർട്ടായി കഴിഞ്ഞാൽ ആംപ്ലിഫയർ സോണി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ ക്ലാസ് D വരുന്ന ആംപ്ലിഫയറുകളൊക്കെ പ്രൊട്ടക്റ്റ് മോഡ് പറഞ്ഞിട്ടുള്ള ഒരു മോഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ IC പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോളിയം കൂട്ടിയ സമയത്തൊക്കെ നമ്മൾ പിന്നെ സ്പീക്കർ വയർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ടച്ചായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 സെക്കൻഡ് വോളിയം കൂട്ടിയതിന് ശേഷം സ്പീക്കർ വയർ ടച്ചായി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് പ്രൊട്ടക്റ്റ് മോഡിലേക്ക് വരും. പിന്നെ അത് എന്തായാലും എത്ര ആളുകൾ എൻ്റെ അടുത്ത് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കതും 80% അത് ക്ലാസ് D IC പോയതായിരിക്കും. ആംപ്ലിഫയർ സെക്ഷനിലെ IC വീക്കായിട്ടുണ്ടാവും. അത് മാറ്റമില്ലാതെ വേറെ ഓപ്ഷൻ അല്ല. അതിനാകുമ്പോൾ നമുക്ക് ഒറിജിനൽ വാങ്ങിക്കാനും കിട്ടാത്ത അവസ്ഥയാണ്. കോപ്പി ഇട്ട് കഴിഞ്ഞാൽ അതേ പഴയ പെർഫോമൻസ് ഉണ്ടാകാനും ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എക്സ്പ്രഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്പീക്കർ വയർ കൊടുക്കുമ്പോൾ ഷോർട്ട് ആകാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. മറിച്ച് നമുക്ക് STK വരുന്നത് നമ്മളുടെ നോർമൽ IC വരുന്ന സെറ്റൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. കൂടുതൽ നേരം പിന്നെ ഷോർട്ടായി കഴിഞ്ഞാലൊക്കെ ഉള്ളൂ അത് പോവുക. ഇതങ്ങനെയല്ല. അത് ജസ്റ്റ് മൈന്യൂട്ട് ഒരു 1-2 സെക്കൻഡ് കൂടുതൽ നമ്മൾ വോളിയം കൂട്ടിയതിന് ശേഷം ഷോർട്ടായി കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ ഞാൻ ഈ ഒരു കേബിളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് പിന്നെ 3.5mm ഔട്ടിന് വരുന്ന ഈ ഒരു പിന്നെ വരിക. പിന്നെ മറുതലക്കെ ഈ ഒരു രീതിയിൽ കോയാക്സ് കേബിളാണ് വരിക. അപ്പോൾ ഇത് ഞാൻ DVയുടെ ബാക്കിൽ പിന്നെ TV ഇൻപുട്ട് ബോക്സ് അതിലാണ് കൊടുക്കാൻ പോകുന്നത്.
ഇതിൻ്റെ ഒരു തല ഞാൻ നമ്മളുടെ ഓഡിയോ വണ്ണിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഓഡിയോ ഔട്ട്പുട്ടിൽ കൊടുക്കുകയാണ് സൈഡിൽ. അതിന് നമുക്ക് ഞാൻ പറഞ്ഞത് 2 പോർട്ട് വരുന്നുണ്ട്. അതിന് ഞാൻ സൈഡിലെ പോർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ DVD പവർ കൊടുക്കാം. DVD പവർ കേബിൾ ഞാൻ കൊടുത്ത് കണക്ട് ചെയ്ത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കട്ടെ. പവർ അപ്പോൾ ഞാൻ DVD പവർ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് DVD ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ DVD ഫസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റീഡ് ആവുക ഡിസ്ക് സെക്ഷനാണ്. അത് കഴിഞ്ഞാൽ FM ആണ് വരിക. നമുക്ക് ജസ്റ്റ് സോഴ്സ് ഒന്ന് മാറ്റി നോക്കാം. ഫങ്ഷൻ മാറ്റാനുള്ള സ്വിച്ച് കാര്യം ഇപ്പോൾ സോഴ്സ് സെലക്ട് ആയിട്ടുള്ളത് FM ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നമുക്കൊരു കോപ്പി റൈറ്റിംഗ് ഇല്ലാത്തൊരു സോങ് പിന്നെ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മൾ സ്ഥിരം സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാനതവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സോഴ്സ് മാറ്റാം. USB TV. അപ്പോൾ ക്വാളിറ്റി ഏറെക്കുറെ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോണിയുടെ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നല്ല പഞ്ച് ബാസ് തന്നെയാണ്. സബിൻ്റെ കാര്യങ്ങൾക്ക് ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അതിന് ജസ്റ്റ് വോളിയം ഒന്നുകൂടി കൂട്ടാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള റിമോട്ട് ഇതാണ്. ഏത് സ്മാർട്ട് ഫോണിലും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് IR സപ്പോർട്ടില്ല. ഏത് സ്മാർട്ട് ഫോണാണെങ്കിലും നമുക്ക് ഷോമിയുടെ അതുപോലെ തന്നെ റെഡ്മിയുടെ ഏത് ഫോൺ, ഇപ്പോൾ ഇത് റെഡ്മിയുടെ ഫോണാണ്. MIയുടെ ഏത് ഫോണാണെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളതാണ്. ഇപ്പോൾ വരുന്ന ഓപ്പോ, സാംസങ് ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം കൂട്ടി കാണിക്കാം. ഇവിടെ ആഡ് വന്നു. നമ്മൾ വീണ്ടും ആ ഒരു മ്യൂസിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ വോളിയം കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പൗസ് ചെയ്യാണ്. നമുക്ക് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് DVD ആണ്. നമ്മൾ DVD ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് DVD എജക്ടർ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് സോഴ്സ് നമുക്ക് DVDയിലേക്ക് മാറും. നമുക്ക് സോഴ്സ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. DVD ലോഡായി വരുന്നുണ്ട്. അപ്പോൾ DVD നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ ഞാൻ പൗസ് ചെയ്തിട്ടാണ് പ്ലേ ചെയ്യുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പൗസ് പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ടിൽ തന്നെ ആക്സസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് സോങ് ഇടാണ്.
ഇതൊക്കെ പെട്ടെന്ന് കോപ്പി റൈറ്റിംഗ് വരുന്ന മ്യൂസിക്കാണ്. എസ്പെഷ്യലി ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ആർ റഹ്മാൻ, ഇളയരാജ സോങ്ങുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതലും ആ ഒരു രീതിയിലുള്ള സോങ്ങുകളാണ്. അപ്പോൾ DVD നമ്മൾ കൂടുതലായിട്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് DVDയുടെ സെക്ഷന് കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ മതി. കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നില്ല. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പെൻഡ്രൈവ് സെക്ഷനാണ്. പെൻഡ്രൈവ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? അടുത്ത് നമ്മൾ പെൻഡ്രൈവ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പെൻഡ്രൈവിലേക്ക് നമുക്ക് ഇതിപ്പോൾ ഒറിജിനൽ ഓഡിയോ CD ആണ്. അപ്പോൾ ഈ ഇതിലുള്ള CDയിലുള്ള സോങ് നമുക്ക് ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് പിന്നെ റെക്കോർഡ് ബട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ഇതിൻ്റെ റിമോട്ട് എടുത്തു കഴിഞ്ഞാലുള്ളൂ ആ ഒരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരിക. അതിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഓപ്ഷൻ വരുന്നില്ല. അത് നമുക്ക് സോഴ്സ് പെൻഡ്രൈവിലേക്ക് മാറ്റാം. ഇപ്പോൾ FM ഇപ്പോൾ USB-യിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേ ചെയ്യാണ്. നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് റിമോട്ട് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പ്ലേ ബട്ടണിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫോണിൽ ചെയ്യാമെന്ന് മാത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയരാജ സോങ്, ഏറാം സോങ് നമ്മളടുത്ത് കൂടുതലും ആ ഒരു കാറ്റഗറിയിലുള്ള സോങ്ങുകളുള്ളൂ. അതാണ് ഞാൻ സ്കിപ്പ് ചെയ്യണത് കേട്ടോ. ജസ്റ്റ് നെക്സ്റ്റ് സോങ് ഒന്ന് ഇടാം. ആടിച്ചു വരുതാൻ ആശയിൽ തടുക്കുമാക്കി ഞാൻ ഒന്നാമത്തത് രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പുറത്തൊക്കെ ആളുകൾ കിടക്കുന്നത്. നമുക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞാൽ പല നോയ്സും കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളും കൊണ്ടാണ് രാത്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഈ DVDയുടെ റിമോട്ട് അല്ലാത്ത എല്ലാ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു സബും ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ ഇതൊന്നും ഞാൻ കണക്ഷൻ കൊടുക്കാതിരുന്നതാണ്. ഇത് നമുക്ക് വരുന്നത് സെൻട്രൽ സ്പീക്കറാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അതുപോലെ തന്നെ സറൗണ്ട് റെയർ ലെഫ്റ്റ് റൈറ്റും വരുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 5 സ്പീക്കറും ഈ സബും കൂടെ നമുക്ക് ഈ റേറ്റ് വരുന്നത് 4500 രൂപയാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു DVDയുടെ ചെക്ക് ചെയ്തു, പെൻഡ്രൈവ് ചെക്ക് ചെയ്തു, FM ചെക്ക് ചെയ്തു, ഡിസ്ക് ചെക്ക് ചെയ്തു, ബാക്ക് ഓക്സ് ചെക്ക് ചെയ്തു. അപ്പോൾ ഏറെക്കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നും കൂടി ഇതിൻ്റെ റേറ്റ് പറയാം 4500 രൂപ. നമുക്ക് കേരളത്തിൽ എവിടെ ഇത് കൊറിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒന്നാമത്തത് ടയർഡായി. അപ്പോൾ ഇതും അതും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അതും ഞാൻ ഓക്കെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് അതിൻ്റെ മുന്നേ ചെക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിനില്ലാത്തൊരു ഓപ്ഷൻ പിന്നെ വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊരു ഓക്സ് നമുക്ക് 3.5mm നമ്മളെ മൊബൈലിൽ നിന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. അതിൻ്റെ ഒരു കേബിൾ ഞാൻ കാണിക്കാം. കേബിള് നമ്മൾ ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പിന്നെയും കാണിക്കുന്നത്. ഈ ഒരു 3.5mm നമ്മൾ ഫോൺ വന്നിട്ട് ബാക്കിൽ കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ ഈ ഒരു DVDക്ക് ഇല്ല, മറ്റേ DVDക്ക് അതുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കണില്ല. സോ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.